അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? ഒരു നാടകം, എ ഡ്രാമ. മണവാളൻ ഒന്ന് പോന്നേ. മണവാള ഫാൻസ്, I'm going to smash your boy. എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? മണവാളൻ ഇപ്പോൾ പുതുതായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആരെയോ ഇറക്കിയിട്ടുണ്ട്. എനക്കത് കിട്ടണടാ, കിട്ടണം. കുറെ അധികം മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹവും മണവാളൻ കളിച്ചിട്ടുള്ള പോലത്തെ മത്സരങ്ങളാണ് കളിച്ചിരിക്കുന്നതെങ്കിൽ നല്ലൊരു കോമഡി സ്കിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികം. സപ്പോർട്ടിന് ഷാജഹാനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. അങ്ങനെ തിരക്കഥ കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ട്. അതിനകത്ത് ഷാജഹാന്റെ സൈലും ഉണ്ട്, സ്ക്രിപ്റ്റഡ് അല്ല, ഒറിജിനൽ ആണെന്ന്. പിന്നെ ഒരു ഫൈറ്റർ ഉണ്ട്, മണവാളിനെ നേരിട്ട് കണ്ട് ചെന്ന് വെല്ലുവിളിച്ച ആള്. അപ്പൊ അദ്ദേഹത്തോട് പറയുന്നത് കാറ്റഗറി വ്യത്യസ്തമാണെന്നാണ്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. സ്വന്തമായിട്ട് ഫൈറ്റ് ക്ലബ് ഉള്ള ഒരാള് മണവാളിനെ ചലഞ്ച് ചെയ്യുമ്പോ സ്വന്തം ഫൈറ്റേഴ്സിനെ വെച്ചല്ലേ സാധാരണ ഫൈറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അതായിരുന്നു അവിടെ ഫൈറ്റർമാരില്ലേ? അത് ഇത്രയും നാൾ പഠിപ്പിച്ചിട്ട് ഫൈറ്റർമാരില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അത് സ്വന്തം ഫൈറ്റർമാരിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ അങ്ങനെയാണ് ഇതിനെ ചലഞ്ച് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയോ ഉള്ളുകളികളുണ്ട്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.